2022 ജനുവരി മാസം 21 കടിയപട്ടണം, കന്യാകുമാരി. അന്നൊരു ഉച്ചയ്ക്ക് 1:15 വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന തന്റെ 4 വയസ്സുള്ള മകനായ ജോഹാൻ ഋഷിയെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കാനായി അമ്മ പുറത്തേക്കൊന്ന് നോക്കുന്നു. നോക്കിയപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന മകനെ കാണാനില്ല. എന്നാൽ ആ സമയത്ത് അവർക്ക് അത് വലിയ കാര്യമായി തോന്നിയില്ല. കാരണം സ്വന്തം സ്ഥലമാണ്, അയൽവാസികളെല്ലാം നന്നായി അറിയാം. കുട്ടികളുമായി എവിടെയെങ്കിലും കളിക്കാൻ പോയിട്ടുണ്ടാകും എന്ന് കരുതി ആ ഗ്രാമത്തിലെ വഴികളിലൂടെ നടന്ന് എല്ലാ സ്ഥലങ്ങളിലും തിരയാൻ തുടങ്ങി. അവൻ കളിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞു നോക്കുന്നു. പക്ഷെ എവിടെയും അവനെ കാണാനില്ല. ഇപ്പൊ പതിയെ മനസ്സിലൊരു ഭയം വരാൻ തുടങ്ങി. ശരി, ആ ഗ്രാമത്തിനുള്ളിൽ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ അവൻ പോയിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് ബന്ധുക്കളുടെ വീട്ടിലെല്ലാം പോയി നോക്കുന്നു. എന്നാൽ എവിടെ തിരഞ്ഞിട്ടും അവനെ കാണാനില്ല. ഇപ്പൊ അമ്മയായ ഷീജയ്ക്ക് ഭയം കൂടാൻ തുടങ്ങി. കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ബന്ധുക്കൾ, ആ ഗ്രാമത്തിലെ ആളുകൾ എല്ലാവരും ചേർന്ന് അവനെ തിരയാൻ തുടങ്ങി. ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് തമിഴ്നാടിനെ മുഴുവനും ഭയപ്പെടുത്തിയ ഒരു കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. കന്യാകുമാരിയിലെ കടിയപട്ടണം എന്ന ഗ്രാമത്തിലെ 35 വയസ്സുള്ള ജോൺ റിച്ചാർഡ്. ഇയാൾ സൗദി അറേബ്യയിൽ മീൻ പിടിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. അവരുടെ ഗ്രാമത്തിൽ ജോൺ റിച്ചാർഡിന്റെ ഭാര്യയായ 31 വയസ്സുള്ള സഹായ ഷീജ, 4 വയസ്സുള്ള ജോഹാൻ ഋഷി, കൂടാതെ ജനിച്ച് 2 മാസം മാത്രമുള്ള ഒരു പെൺകുഞ്ഞുമായി ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. മകനെ കാണാനില്ല എന്ന് നാട്ടിലെ ജനങ്ങളും ബന്ധുക്കളും എല്ലാവരും ചേർന്ന് അവനെ തിരയാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം അടുത്തു. സൂര്യൻ മറഞ്ഞ് ഇരുട്ട് മൂടാൻ തുടങ്ങി. അപ്പോഴും തന്റെ 4 വയസ്സുള്ള മകനായ ജോഹാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. മകൻ എവിടെ പോയി, അവൻ എന്ത് സംഭവിച്ചു എന്ന് ആ അമ്മ വളരെ ഭയപ്പെടാൻ തുടങ്ങി. ആ ഗ്രാമത്തിലെ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ആ 4 വയസ്സുള്ള ജോഹാന്റെ ഫോട്ടോ വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ അയച്ച് ഉച്ച മുതൽ ഇവനെ കാണാനില്ല, അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ പറയണമെന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലും ഗ്രൂപ്പുകളിലും അയക്കുന്നു. അതേസമയം അവന്റെ അമ്മ, ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തു. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. കാണാതായ അന്ന് വെള്ളിയാഴ്ച രാത്രി മുഴുവനും എല്ലാ സ്ഥലങ്ങളിലും കടൽക്കരയിൽ പോലും പോയി തിരയാൻ തുടങ്ങി. എന്നാൽ എവിടെയും അവനെ കിട്ടിയില്ല. അപ്പോഴാണ് പോലീസ് ആ ഗ്രാമത്തിനകത്തേക്ക് വരുന്ന എല്ലാ റോഡുകളിലും CCTV ഉള്ളത് ശ്രദ്ധിച്ചത്. ആ ഫൂട്ടേജ് പരിശോധിച്ച പോലീസുകാർക്കും ആ ഒരു കുഞ്ഞ് ഗ്രാമം വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല, ഗ്രാമത്തിനുള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളത് വ്യക്തമായി. ഇപ്പൊ പോലീസുകാർ ഈ ഒരു കേസിനെ മറ്റൊരു രീതിയിൽ നോക്കാൻ തുടങ്ങി. കാണാതായ കുഞ്ഞിന്റെ കഴുത്തിൽ സ്വർണ്ണ മാലയും കയ്യിൽ സ്വർണ്ണ ബ്രേസ്ലെറ്റ്, അരഞ്ഞാണം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ എന്തുകൊണ്ട് സ്വർണത്തിന് വേണ്ടി അവനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാകില്ല എന്ന് ചിന്തിച്ച പോലീസുകാർ ആ ഗ്രാമത്തിലെ വീടുകളെല്ലാം കയറിയിറങ്ങി പരിശോധിച്ചു. അടുത്ത ദിവസം ശനിയാഴ്ച ആ നാട്ടിലെ ജനങ്ങളോട് ആ നാട്ടിൽ സംശയം തോന്നിക്കത്തക്ക ആരെങ്കിലും ഉണ്ടോ അവരുടെ ലിസ്റ്റ് തരാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അപ്പോൾ പോലീസിന് ഒരു 4 പേരുടെ പേര് കിട്ടി. ഈ 4 പേരും അറിയാതെ പോലീസ് അവരെ രഹസ്യമായി നിരീക്ഷിക്കാനും തുടങ്ങി. ആ 4 പേരിൽ ഒരാളുടെ പെരുമാറ്റം മാത്രം വളരെ സംശയം തോന്നിപ്പിക്കുന്നതായിരുന്നു. ആ സ്ത്രീയുടെ പേരായിരുന്നു ഫാത്തിമ. ഈ ഒരു സ്ത്രീ അവൻ കാണാതായ അടുത്ത ദിവസം ശനിയാഴ്ച ബാങ്കിൽ പോയി സ്വർണം പണയം വെച്ച് കിട്ടിയ പണത്തിൽ നിന്ന് 40,000 രൂപ മറ്റൊരു വ്യക്തിക്ക് കൊടുത്തു എന്നുള്ള വിവരം പോലീസ് അറിഞ്ഞു. ഇപ്പൊ പോലീസ് ചെയ്തത് ഫാത്തിമ പണയം വെച്ച ആ ബാങ്കിലേക്ക് ചെന്ന് ആ ബാങ്കിലുള്ളവരോട് സംസാരിച്ച് പണയം വെച്ച സ്വർണം കാണിക്കാൻ ആവശ്യപ്പെട്ടു. ആ സ്വർണം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് ആ കുഞ്ഞ് ധരിച്ചിരുന്ന ചെയിൻ, ബ്രേസ്ലെറ്റ് ഇവയൊക്കെയാണെന്ന്. ഇതറിഞ്ഞ ജനങ്ങൾ ഉടൻ തന്നെ ഫാത്തിമയുടെ വീട് ഇടിച്ച് തകർക്കാൻ തുടങ്ങി. വീടിനുള്ളിലെ എല്ലാ സ്ഥലങ്ങളും തിരയാൻ തുടങ്ങി. ഒരു സ്ഥലം പോലും വിടാതെ എവിടെ തിരഞ്ഞിട്ടും അതിനകത്തും അവനെ കണ്ടെത്താനായില്ല. ഈ സമയത്തായിരുന്നു ആ വീടിനകത്തുണ്ടായിരുന്ന ഒരു ബ്യൂറോ, അത് ആ ഗ്രാമത്തിലെ ജനങ്ങൾ അടിച്ചു പൊട്ടിച്ചു. ആ സമയത്ത് വായിൽ തുണി തിരികെ കയറ്റി ശരീരം മുഴുവനും തുണി കൊണ്ട് ചുറ്റപ്പെട്ട അവസ്ഥയിൽ ആ 4 വയസ്സുള്ള കുഞ്ഞ് താഴേക്ക് വന്ന് വീണു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി. അത് കണ്ട എല്ലാവരും ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. കാര്യമറിഞ്ഞ ജോഹാന്റെ അമ്മ ആ ഒരു സ്ഥലത്തേക്ക് വന്ന് തൻ്റെ 4 വയസ്സുള്ള മകനെ കണ്ട് ശബ്ദമുണ്ടാക്കി കരയുന്ന ആ ഒരു കാഴ്ച അവിടെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരെയും കരയിപ്പിച്ചു. തീർച്ചയായും ആ ഒരു രംഗം നമ്മെ കൊണ്ട് ചിന്തിച്ചു നോക്കാൻ പോലും കഴിയില്ല. ഇപ്പൊ പോലീസ് അവിടെ നിന്ന് ജോഹന്റെ ശരീരം അറ്റോപ്സി ചെയ്യാനായി എടുത്തുകൊണ്ടു പോകുന്നു. ഇപ്പോ ഇതിന് കാരണക്കാരായ ഫാത്തിമയെയും ഭർത്താവിനെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആ നാട്ടിലെ ജനങ്ങൾ, ബന്ധുക്കൾ എല്ലാവരും പ്രതിഷേധം നടത്താൻ തുടങ്ങി. അല്പസമയത്തിൽ ഫാത്തിമയെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്ത ഫാത്തിമ എന്തിനു വേണ്ടി ജോഹാനെ കൊന്നു, എങ്ങനെ കൊന്നു എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയി തന്നെ കൊടുത്തു. അത് കേട്ടുകൊണ്ട് നിന്നവർ പോലും ആ സമയം കരഞ്ഞുപോയി. അങ്ങനെ ഫാത്തിമ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്:
എൻ്റെ ഭർത്താവ് മീൻ പിടിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. എന്നാൽ നല്ല വരുമാനം ഇല്ലാത്തതുകൊണ്ട് അടുത്തുള്ളവർ, ബന്ധുക്കൾ എല്ലാവരിൽ നിന്നും ഞങ്ങൾ കടം വാങ്ങി. പക്ഷെ വാങ്ങിയ കടം എന്നെ കൊണ്ട് തിരികെ കൊടുക്കാനായില്ല. ഒരു ഘട്ടത്തിൽ കടം തന്നവർ തിരികെ പണം ചോദിക്കാൻ തുടങ്ങി. ഒരുപാട് പ്രഷർ നൽകാൻ തുടങ്ങി. അതിലും ഒരു സ്ത്രീക്ക് ഞാൻ 60,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ആ സ്ത്രീ 21-ാം തീയതിക്കുള്ളിൽ പണം തന്നില്ല എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും എന്നെന്നെ ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ ഭയന്നുപോയ ഫാത്തിമ പലരോടും പണം കടം ചോദിച്ചു. എന്നാൽ ആരും അവരെ വിശ്വസിച്ച് പണം കൊടുത്തില്ല. അപ്പോഴാണ് അന്ന് ഉച്ചയ്ക്ക് തൊട്ടടുത്ത വീട്ടിലുള്ള ഷീജയുടെ 4 വയസ്സായ ജോഹൻ ഋഷി വീടിന് പുറത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. എപ്പോഴും അവന്റെ കയ്യിലും കഴുത്തിലുമൊക്കെ സ്വർണം ഇട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഫാത്തിമയുമായി അവൻ നന്നായി സംസാരിക്കും, അയൽവാസികളല്ലേ. അപ്പോഴാണ് ഫാത്തിമയ്ക്ക് ആ ഒരു സ്വർണം മോഷ്ടിക്കാനുള്ള ഐഡിയ വന്നത്. കളിച്ചുകൊണ്ടിരുന്ന ജോഹാനുമായി എങ്ങനെയൊക്കെയോ സംസാരിച്ച് ഫാത്തിമയുടെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ ഫാത്തിമ മടിയിൽ ജോഹാനെ ഇരുത്തി അവൻ അറിയാതെ അവന്റെ സ്വർണം എടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അങ്ങനെ ആ സ്വർണം എടുക്കുന്ന സമയത്ത് അത് ജോഹാന് മനസ്സിലായി. അവൻ കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ഇനി അവൻ വീട്ടിലേക്ക് പോയാൽ താൻ സ്വർണമെടുക്കാൻ ശ്രമിച്ചത് അവൻ വീട്ടിൽ പറയുമോ എന്ന് ഫാത്തിമ ഭയപ്പെട്ടു. ഇപ്പോ അവന്റെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനായി അവന്റെ വാക്കകത്ത് ഒരു തുണി വെച്ച് തിരികെ കയറ്റി. അതിനുശേഷം ജോഹന്റെ കൈകാലുകൾ കെട്ടി കട്ടിലിൽ കിടത്തി. ഇപ്പൊ ഒരു കയറെടുത്ത് അവന്റെ കഴുത്ത് ഞെരിച്ചു. അല്പസമയത്തിൽ ജോഹൻ ബോധം നഷ്ടപ്പെട്ടതുപോലെ അവന് പകുതി ജീവൻ മാത്രമുണ്ടായിരുന്നു. പക്ഷെ അവൻ അപ്പോഴും ശ്വാസമുണ്ടായിരുന്നു. ഇപ്പൊ ജോഹനെ കട്ടിൽ നിന്നും വീണ്ടും എടുത്ത് താഴെ തറയിൽ കിടത്തി. അവന്റെ മുഖത്തിൽ തലകണ വച്ചു. അതിന് മുകളിൽ തന്നെ ഫാത്തിമ കയറിയിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്രത്തോളം ക്രൂരമായൊരു പ്രവൃത്തിയാണ് ആ സ്ത്രീ ചെയ്തതെന്ന്. അല്പസമയത്തിനുള്ളിൽ തന്നെ ശ്വാസമിടാനാകാതെ ആ കുഞ്ഞ് പിടഞ്ഞു മരിച്ചു. ഇത് കഴിഞ്ഞ് അവൻ ധരിച്ചിരുന്ന സ്വർണമെല്ലാം ഊരിയെടുത്തു. ഇപ്പോ ഇത് തന്റെ മക്കൾ കാണാതിരിക്കാൻ, കണ്ടാൽ എന്തായാലും പുറത്തു പറയും. എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിട്ട് അവന്റെ ശരീരം തുണി കൊണ്ട് ചുറ്റി ബ്യൂറോയ്ക്കുള്ളിൽ മറച്ചു വെച്ച് ആ അലമാര പൂട്ടി അതിന്റെ ചാവി ഫാത്തിമ തന്നെ വച്ചിരുന്നു. അപ്പോഴാണ് ജോഹനെ കാണാനില്ല എന്ന് അവന്റെ അമ്മ, നാട്ടിലെ ജനങ്ങൾ എല്ലാവരും തിരയാൻ തുടങ്ങിയത്. കൂടെ ഫാത്തിമയും ഒന്നും സംഭവിക്കാത്തതുപോലെ, തനിക്ക് ഒന്നും അറിയാത്തതുപോലെ അവളും ജോഹനെ തിരയാൻ തുടങ്ങി. രാത്രി വരെയും തിരഞ്ഞതുപോലെ അഭിനയിച്ചു. പിന്നീട് വീട്ടിൽ വന്നിട്ട് തന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നതും നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട് ഫാത്തിമയുടെ ഭർത്താവ് അവളോട് ദേഷ്യപ്പെട്ടു. എങ്കിലും ശരി, സാരമില്ല, രാത്രി ആ ശരീരം കൊണ്ട് കടലിൽ എറിയാം എന്ന് പദ്ധതിയിട്ടു. രണ്ടുപേരും ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ രാത്രി മുഴുവനും പുറത്ത് ആളുകൾ ജോഹനെ തിരയുകയായിരുന്നു. മാത്രമല്ല, ജോഹന്റെ വീടിനടുത്താണ് ഫാത്തിമയുടെ വീട്. ഇപ്പൊ ജോഹന്റെ വീടിന് പുറത്ത് ഒരുപാട് പേർ നിൽക്കുന്നു, പോലീസ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. രാവിലെ ഫാത്തിമ ആ സ്വർണമെല്ലാം ബാങ്കിൽ പണയം വെച്ച് അതിൽ നിന്നും കിട്ടിയ പണം 40,000 രൂപ ആ ഒരു കടം തന്ന സ്ത്രീക്ക് കൊടുക്കുകയും ബാക്കി 20,000 രൂപ അടുത്ത ആഴ്ച തരാം എന്ന് പറഞ്ഞിട്ട് തിരികെ വരുന്നു. ഇക്കാര്യം പോലീസ് എങ്ങനെയോ അറിഞ്ഞാണ് തന്നെ പിടിച്ചത്. പണത്തിന് ആഗ്രഹിച്ചാണ് ഞാനിങ്ങനെ ചെയ്തത് എന്നും ഫാത്തിമ പറഞ്ഞു. തന്റെ മകൻ തൊട്ടടുത്ത വീട്ടിലെ ബ്യൂറോയ്ക്കുള്ളിൽ ജീവനില്ലാതെ കിടക്കുന്നു എന്നതറിയാതെ സ്വന്തം അമ്മ തൻ്റെ മകനെ കാണാനില്ല എന്ന ഭയത്തിൽ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മകനെ കൊന്ന് അവനെ തിരയുന്നത് പോലെ അഭിനയിച്ച സ്ത്രീയെ എന്താണ് പറയേണ്ടത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതെ എങ്ങനെയാണ് തടയാൻ കഴിയുക? കമൻറ്റിൽ പറയുക. നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായും മറ്റാർക്കെങ്കിലും സഹായകമാകും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഒരാൾക്ക് അവരുടെ ഭാവിയിൽ ഇങ്ങനെയൊരു സംഭവം നടക്കാതിരിക്കാൻ നിങ്ങളുടെ ഈ ഒരു ഷെയർ കാരണമായിരിക്കും. 4 വയസ്സുള്ള ജോഹൻ തൻ്റെ 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞനുജത്തിയെ താലോലിക്കുന്ന, കൊഞ്ചിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് വല്ലാതെ വേദനിക്കും. നമ്മൾ എത്രയോ കേസുകൾ കണ്ടു. തീർച്ചയായും നമ്മുടെ ചാനൽ കാണുന്നവർക്ക് നന്നായി മനസ്സിലാകും. ഇങ്ങനെയുള്ള സംഭവങ്ങളും കൂടുതൽ നടക്കുന്നത് നമുക്ക് ഒരുപാട് അറിയാവുന്നവർ, നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇവർ കാരണം മാത്രമേ സംഭവിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണമിട്ട് അത് കണ്ട് ആസ്വദിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺമുൻപിൽ നിൽക്കുന്നത് വരെ മാത്രമാണ് നിങ്ങളുടെ കുഞ്ഞ് സുരക്ഷിതയായിരിക്കുക. നിങ്ങളുടെ കൺവെട്ടത്തിൽ നിന്നും മറഞ്ഞു പോയാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കില്ല, സംരക്ഷിക്കില്ല. അതിന് ഈ ഒരു കേസ് തന്നെ വളരെ നല്ലൊരു ഉദാഹരണമായിരിക്കും. അതിനാൽ ഇങ്ങനൊരു സംഭവം നമ്മൾ സൃഷ്ടിക്കാതിരിക്കുന്നതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒന്ന്. എപ്പോഴും ഞാൻ പറയുന്ന ഒന്നാണ്, ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.